50-55 വയസ്സിന് മുകളിലുള്ളവർക്കും പാവപ്പെട്ടവർക്കും ആൺകുട്ടികൾ ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളും ദയനീയ കുടുംബത്തിൽ പറഞ്ഞ് എത്ര പേരെന്ന കോളേജ് പഠിക്കുന്നത്. അപ്പോൾ അവർക്കും ഇതേപോലെ അങ്ങ് ചെയ്തുകൂടെ? പുരുഷന്മാർ നിന്ന് യാത്ര ചെയ്യുന്നു. കാര്യം 70-80 വയസ്സായ പിതാക്കന്മാർ കയറിയാൽ പോലും സീറ്റ് കിട്ടാത്തൊരവസ്ഥ. പെൺകുട്ടികൾ കയറി അവിടെ ഇരിക്കുന്നു. അവരൊരു എന്താ പറയുക, അവരുടെ പിതാക്കന്മാർ അപ്പച്ചന്മാർ എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ നിൽക്കുന്നൊരു നിന്ന് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതി പുരുഷന്മാർക്കുണ്ട്. ഈ എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളത് ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിക്കോട്ടെ, IT മേഖലകളിൽ നമ്മുടെ ഇവിടെ ഒരുപാട് പിള്ളേർ അധ്വാനിച്ച് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. അവർക്ക് ഫ്രീ കൊടുക്കേണ്ട ആവശ്യമില്ല. നമസ്കാരം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കിയതിൽ പ്രതിഷേധവുമായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും നിലവിലിപ്പോൾ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര നടപ്പിലാക്കിയിരിക്കുന്നത്. ചേട്ടാ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കിയിരിക്കുന്നു. എന്താണ് മെൻസ് അസോസിയേഷൻ നിലപാടെന്താണ്? സ്ത്രീകൾക്ക് നല്ലതാണ്, ചെയ്തില്ലെന്ന് പറയുന്നില്ല. സ്ത്രീകൾ ഇപ്പം നമ്മൾ ചാനലിൽ നിന്ന് നോക്കിയപ്പോൾ എല്ലാം ഓരോ ഇത് കാണുന്നുണ്ടല്ലോ. പക്ഷെ അതുപോലെ തന്നെ പുരുഷന്മാരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതല്ലേ, നല്ല സർക്കാരാണ്, മുഖ്യമന്ത്രി നല്ലതാണ് ചെയ്തത്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതറിയാമോ, ഈ പുരുഷന്മാർക്കും വയോധികർക്കും 50-55 വയസ്സിന് മുകളിലുള്ളവർക്കും പാവപ്പെട്ടവർക്കും ആൺകുട്ടികൾ ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളും ദയനീയ കുടുംബത്തിൽ പറഞ്ഞ് എത്ര പേരെന്ന കോളേജ് പഠിക്കുന്നത്. അപ്പോൾ അവർക്കും ഇതേപോലെ അങ്ങ് ചെയ്തുകൂടെ? എന്നറിയാമോ, സർക്കാർ ജീവനക്കാർക്ക് ഇത് കൊടുക്കുന്നു. ഇതിൽ അത് ഞാൻ പറഞ്ഞ അതൊക്കെ മാറ്റിയിട്ട് ബാക്കി ഉള്ള മേഖലയിലുള്ള കൂലിപ്പണിക്കാർക്ക്, കർഷകർക്ക്, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാവരും പറയുന്നതറിയാമോ, ഒരു നമ്മുടെ സർക്കാർ ജീവനക്കാരെ വരുന്ന ബസ്സിൽ കയറി വരുന്നു. ഇനി അവർ പറയുന്നതറിയാമോ, ഞങ്ങൾക്ക് ഫാസ്റ്റും കൂടെ കിട്ടിയ അത്രയും നല്ലത്. ഇപ്പം തന്നെ കയറിയല്ലേ ഉള്ളൂ, ഖജനാവ് മൊത്തം നക്കി തുടച്ചാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പോയ സർക്കാർ. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതിന് പറഞ്ഞില്ലേ, ജനങ്ങൾ ഒരുമിച്ച് നിന്ന് സംവിധാനം കണ്ടുപിടിക്കണം എന്നുള്ളൊരപേക്ഷയുള്ളൂ. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പ്രിയദർശിനി ബസ്സാണ് മുൻപിൽ നിൽക്കുന്നത്. ഇതുപോലൊരു ബസ് തടഞ്ഞു നിർത്തി ഇത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ ആവശ്യം. എന്തായാലും ഇതിൽ പുരുഷന്മാരും ഉണ്ട്, നല്ല കാര്യം. അപ്പോൾ ഇത് ടിക്കറ്റ് എടുക്കാതെ ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ രാവിലത്തെ ഒരു പ്രസ്താവന ഉണ്ടായി. രാവിലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പ്രിയദർശിനി ബസ് ഉദ്ഘാടന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മെൻസ് അസോസിയേഷൻ ഒരു ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അതിനോട് അദ്ദേഹം പോസിറ്റീവായിട്ടാണ് അത് കാണുന്നതെന്ന് പറഞ്ഞു. ആ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുള്ളപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുകയാണ്, ഒരുപാട് ഞങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം മുൻനിർത്തി ഇപ്പോൾ പ്ലക്കാർഡുകൾ, പ്രതിഷേധമായിട്ടുള്ള പ്ലക്കാർഡുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം മുന്നിൽ നിർത്തി ഞങ്ങളൊരു ചെറിയൊരു പ്രതിഷേധമെന്ന് പറയില്ല, എല്ലാം ഒരു അനുഭവപൂർവമായ ഒരു സംഭവം ഇവിടെ നടത്തുകയാണ്. അതിപ്പോൾ ബസ് തടയൽ എന്നുള്ളത് മാറ്റിയിട്ട് ഞങ്ങൾ കൈകാണിച്ച് നിർത്തി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. പിന്നെയുള്ള ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ മെൻസ് കമ്മീഷൻ ഉടനെ നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെയുള്ള ബസ്സിലെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം. പുരുഷന്മാർ നിന്ന് യാത്ര ചെയ്യുന്നു. കാര്യം 70-80 വയസ്സായ പിതാക്കന്മാർ കയറിയാൽ പോലും സീറ്റ് കിട്ടാത്തൊരവസ്ഥ. പെൺകുട്ടികൾ കയറി അവിടെ ഇരിക്കുന്നു. അവരൊരു എന്താ പറയുക, അവരുടെ പിതാക്കന്മാർ അപ്പച്ചന്മാർ എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ നിൽക്കുന്നൊരു നിന്ന് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതി പുരുഷന്മാർക്കുണ്ട്. അത് മാറി പുരുഷന്മാർക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അത് ഒന്ന്. രണ്ട്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ ടിക്കറ്റ് കൊടുക്കട്ടെ, അനുയോജ്യമായ കാര്യം. എല്ലാ പേരും അത് ആഗ്രഹിക്കുന്നതാണ്. കുട്ടികൾക്ക് ഏത് പ്രായമായിക്കോട്ടെ, അവർ വിദ്യാർത്ഥിയാണോ, അവർക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കണം, അവർ സുഖമായിട്ട് യാത്ര ചെയ്യട്ടെ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളത് ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിക്കോട്ടെ, IT മേഖലകളിൽ നമ്മുടെ ഇവിടെ ഒരുപാട് പിള്ളേർ അധ്വാനിച്ച് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. അവർക്ക് ഫ്രീ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ BPL APL കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. അതിൽ നോക്കിയിട്ട് അർഹിക്കുന്ന സ്ത്രീകൾക്ക് ഫ്രീ അനുവദിച്ചാൽ ഞങ്ങളതിന് സ്വാഗതം ചെയ്യും. ഞങ്ങൾക്ക് ഒരു വിയോജിപ്പും അതിലില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി മാത്രമാണ്.
ചേട്ടായി, ഞാൻ ഒരു 24 വർഷം കൊണ്ട് തമ്പാൻ്റെ KSRTC സ്റ്റാൻഡിൽ വണ്ടി ഓടുന്ന ഒരാൾ, ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങൾ ഈ ഓട്ടോ ഓടുന്നതിൽ ഒരു 98% ഓട്ടോ ഡ്രൈവർമാരും വാടക വീടുകളാണ് കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം ഫ്രീ വന്നതോടും കൂടെ ഞങ്ങളുടെ കാര്യത്തിൽ മൊത്തത്തിൽ തീരുമാനമായി. ഞങ്ങളിനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നാണ് ആലോചിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഓട്ടം കുറയൂല്ലേ? ഓട്ടം കുറയുമെന്ന് മാത്രമാണോ? മിനിമം 50,000 രൂപ സാലറി ഉള്ള ഗവൺമെൻറ്, അതായത് AGC ഓഫീസ്, സെക്രട്ടേറിയറ്റ്, ഇങ്ങനെയുള്ള പല പല ഗവൺമെൻറ് കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഈ സ്റ്റാഫൊക്കെ ഫ്രീ ആയിട്ട് സർവീസ് നടത്തുമ്പോൾ എങ്ങനെ എന്ത് പറ്റും? മൊത്തത്തിൽ ഞങ്ങൾ പണിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ഓട്ടോ തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള കാര്യം വ്യക്തമാക്കിയത്. ഇവിടെ ഇവർ എഴുതി വച്ചിരിക്കുന്നത് കാണാം, KSRTCയിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് സൗജന്യ ടിക്കറ്റ് അനുവദിക്കുക. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉന്നയിച്ച അതേ കാര്യം തന്നെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലും അവർ കൃത്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കുവാൻ വേണ്ടി നിലവിലിപ്പോൾ എത്തിയിരിക്കുന്നത്. അത് കൂടാതെ ഈ KSRTC ഈ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഏറെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുഖജനാവിലെ പണം ആൺ പെൺ വ്യത്യാസമില്ലാതെ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യമാണ് മെൻസ് അസോസിയേഷൻ വ്യക്തമാക്കുന്നതും. എന്തായാലും ഈ ഒരു പ്രതിഷേധം നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുന്നു. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം, അതായത് പുരുഷന്മാരും വോട്ട് ചെയ്തതല്ലേ എന്നുള്ള ഒരു ആവശ്യവും അത്തരത്തിലുള്ള രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ മെൻസ് അസോസിയേഷൻ സ്ത്രീകൾക്ക് നിലവിലിപ്പോൾ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകിയതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.